ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ്. ഇതേപോലെ കളറ് മങ്ങിയിട്ടുള്ള അതല്ലെങ്കിൽ സോപ്പ് കറ ഉപ്പ് കറയൊക്കെ പിടിച്ചിട്ടുള്ള സ്റ്റൂളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിഡിലൻ ടിപ്പാണ് കേട്ടോ. ഞാൻ ഈ ഒരു പറയുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീൻ ആയിട്ട് കിട്ടും. ഈ ഒരു സ്റ്റൂളൊക്കെ പുറത്താണ് ഒരു വർഷമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. 2 സ്റ്റൂളിലും നന്നായിട്ട് തന്നെ അഴുക്കും കറയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് തലേ ദിവസത്തെ ദോശമാവാണ് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആ വെള്ളം ഊറി ഉണ്ടാവുമല്ലോ, അതിൽ ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷമുള്ള മാവാണത്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പേസ്റ്റാണ്. വൈറ്റ് കളർ പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ദോശമാവാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. ഇത് വെച്ചിട്ട് ഈ കറ പിടിച്ചിട്ടുള്ള സ്റ്റൂള് മാത്രമല്ല നമ്മുടെ സിങ്ക് അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ്. 2 പാക്കറ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റൂളിലും അത്യാവശ്യം അഴുക്കുള്ളത് കൊണ്ട് തന്നെ 2 എണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ നമ്മളിതിലേക്ക് സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഷാമ്പും ഈ ഒരു പേസ്റ്റും വെച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സൊല്യൂഷന് പത കുറവായിരിക്കും, പക്ഷെ നല്ല പോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് പൊടിയുപ്പാണ്. 1 ടേബിൾ സ്പൂണോളം പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതിലേക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനെഗറാണ് കേട്ടോ. വിനെഗർ കൂടി ചേർക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് പതഞ്ഞു പോകും കേട്ടോ. നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണിത്. അപ്പോൾ ഞാനിത് അത്രയും വിനെഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ക്ലീൻ ചെയ്തെടുക്കുന്നതിൽ കുറഞ്ഞ ചെളി അഴുക്കൊക്കെ അല്ലെങ്കിൽ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് അത്യാവശ്യം അഴുക്കുള്ളതുകൊണ്ടാണ് ഞാനിത് അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വേറെ ഇതിലേക്ക് ഞാൻ വെള്ളമോ സോപ്പോ ലിക്വിഡോ ഒന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ക്ലീനിങ്ങിനുള്ള കിഡിലൻ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓൾ ഇൻ വൺ സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ. കറ പിടിച്ചിട്ടുള്ള സിങ്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ കഴുകാനുള്ള സ്റ്റൂള് ഞാൻ ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 സ്റ്റൂളും ആദ്യം ഒന്ന് വെള്ളമൊഴിച്ച് നനച്ചെടുക്കണം. ഈ സ്റ്റൂളിലൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഇളകി പോയിട്ടുണ്ട്. അതൊന്നും നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടില്ല, പക്ഷേ അഴുക്കൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു സ്റ്റൂളാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സോപ്പ് കറയൊക്കെ ഉണ്ട്. ഞാനിത് പാത്രമൊക്കെ കഴുകിയിട്ട് ബേസ് വെക്കുന്ന സ്റ്റൂളാണ്. ഈ ഒരു സ്റ്റൂളിലായാലും നല്ല പോലെ തന്നെ അഴുക്കും കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഞാനിന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു നീല സ്റ്റൂളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ വശവും ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അഴുക്ക് ഇളകി കിട്ടും. നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു അഴുക്കാവും കേട്ടോ. അപ്പോൾ ഞാനിതാ മുകൾ വശമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു സൊല്യൂഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്യാനുള്ള രണ്ടാമത്തെ ആ ഒരു ചെറിയ സ്റ്റൂളുണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഇതിന് ആ തൊലി ഇളകിയതൊന്നും നമുക്ക് ക്ലീനായിട്ട് കിട്ടില്ല, പക്ഷേ അഴുക്കും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെയും എല്ലാ ഭാഗത്തും ഞാൻ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ആക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സൊല്യൂഷൻ്റെ കളറ് തന്നെ ചേഞ്ച് ആവുന്നുണ്ട്. ചെളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു സമയത്ത് എനിക്ക് ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ സ്പഞ്ചോ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കൈ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ എനിക്ക് അഴുക്ക് ഇളകി കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതും എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ആദ്യത്തെ സ്റ്റൂളൊന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ ഞാനത് ആദ്യം അപ്ലൈ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റൂൾ എടുത്തിട്ടുണ്ട്. അത് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരക്കുന്നുണ്ട് കേട്ടോ. ഉരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അഴുക്കൊക്കെ നല്ല പോലെ തന്നെ റിമൂവ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഈ ഒരു സൊല്യൂഷന് പത കുറവായിരിക്കും, പക്ഷെ നല്ല റിസൾട്ട് ഉള്ളൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അത്. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ വടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു കൊതകൊതയുടെ ഉള്ളിലുള്ള അഴുക്കും ചെളിയൊക്കെ എനിക്ക് നല്ല പോലെ റിമൂവായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്ക്രബ്ബർ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മൾ ചകിരിയുടെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചെടുത്താൽ നല്ല പോലെ നമുക്കിത് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ.
ഇനി ഇതേപോലെ തന്നെ ഈ സ്റ്റൂളിൻ്റെ ഉള്ളും പുറമൊക്കെ ഒന്ന് ഉരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കാലിൻ്റെ അടിവശത്തൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഞാൻ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെയാണ് ഉരച്ചെടുത്തിട്ടുള്ളത്. വേറെ സെപ്പറേറ്റ് ചെയ്യാൻ സോപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ലിക്വിഡ് മാത്രം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഒരു റൗണ്ട് ഞാൻ എല്ലാ ഭാഗവും ഒന്ന് ഉരച്ചെടുത്തതിന് ശേഷം രണ്ടാമതൊരു തവണ കൂടി എല്ലാ ഭാഗവും ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിത് അതിൻ്റെ മുകളിലായിട്ട് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ എനിക്ക് ആ ഒരു സ്റ്റൂള് ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡിസൈനിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അഴുക്കും കറയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് നല്ല പോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ അപേക്ഷിച്ച് ഒരു പുത്തൻ സ്റ്റൂളായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഒട്ടും സ്ട്രെസ് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഈ ഒരു സ്റ്റൂള് ഉരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇതേപോലെയുള്ള ക്ലീനിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. ഇനി ഇതേപോലെ ഇഡ്ഡലി മാവോ ദോശമാവോ ഒക്കെ ബാലൻസ് വരികയാണെങ്കിൽ ഞാൻ ഈ റെഡിയാക്കി എടുത്ത പോലെ തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് ഇതേപോലെ കറ പിടിച്ച സ്റ്റൂളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള സൊല്യൂഷനൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒട്ടും സ്ട്രെസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ സിങ്ക് ആയാലും ബാത്റൂം ഒക്കെ ആയാലും ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റൂളും എനിക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാല്ല അടുത്തൊരു വീഡിയോസായിട്ടും വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.